തലവൂർ അരിങ്ങട ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടങ്ങി. എല്ലാ ദിവസവും രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം 11:30 ഭാഗവത പുരാണ സമീക്ഷ, ഉച്ചയ്ക്ക് 1 അന്നദാനം, വൈകിട്ട് 6 ലളിതാ സഹസ്രനാമം, 7 മുതൽ യജ്ഞശാലയിൽ നാമജപം, രാത്രി 8 കൈകൊട്ടിക്കളി എന്നിവയാണ് പരിപാടികൾ. സ്വാമി നിഗമനാനന്ദ തീർത്ഥപാദരാണ് യജ്ഞാചാര്യൻ. അണ്ടൂർ ബിജുകുമാർ, ഉമ്മന്നൂർ ശ്രീകുമാർ, തെക്കുംഭാഗം ശ്രീകുമാർ എന്നിവരാണ് യജ്ഞ പൗരാണികർ. എല്ലാ ഭക്തരുടെയും സാന്നിധ്യവും സഹകരണവും ഉണ്ടാവണമെന്ന് ദേവസ്വം മാനേജർ ടി പ്രഭാകരൻ, പ്രസിഡന്റ് എസ് കെ ബിനുകുമാർ എന്നിവർ പറഞ്ഞു. തലവൂർ തൃക്കൊന്നമൂട് ദേവസ്വത്തിന്റെ അധീനതയിലുള്ള തൃക്കൊന്നമൂട് ദേവീക്ഷേത്രവും അതുപോലെ അരിങ്ങട ശ്രീ ദുർഗാദേവി ക്ഷേത്രവും, അതിലെ അരിങ്ങട ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ 3ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം ഇന്ന് രാവിലെ ആരംഭിച്ചു. ഇന്നലത്തെ ഭാഗവത മഹാത്മ്യ പ്രഭാഷണത്തോടുകൂടി തൃശൂർ ഓങ്കാരാശ്രമം മഠാധിപതി പൂജനീയ സ്വാമി നിഗമാനന്ദ തീർത്ഥപാദരുടെ നേതൃത്വത്തിൽ നടക്കുന്ന 3ാമത് ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന് നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് പൂജനീയ സ്വാമിജിയുടെ നേതൃത്വത്തിൽ തന്നെ ആരംഭിച്ച ഈ ഭാഗവത സപ്താഹ യജ്ഞം വളരെ ഭക്തിപുരസരം ക്ഷേത്ര സന്നിധിയിൽ നടന്നു വരികയാണ്. തലവൂർ തൃക്കൊന്നമൂട് ദേവീ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതും അരിങ്ങട ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറയുന്നത് സ്വയംഭൂവായിട്ടുള്ള പാറയുടെ മുകളിൽ സ്വയംഭൂ വിഗ്രഹം ശ്രീ ദുർഗാദേവി കുടികൊള്ളുന്ന അതിപുരാതനമായ ശിലാക്ഷേത്രമാണ് അരിങ്ങട ശ്രീ ദുർഗാദേവി ക്ഷേത്രം. തലവൂർ തൃക്കൊന്നമൂട് ദേവസ്വത്തിൻ്റെ അധീനതയിൽ ശ്രീ അരിങ്ങട ദുർഗാദേവി ക്ഷേത്രത്തിലെ എല്ലാ പ്രവർത്തനങ്ങളും ഓരോ വർഷവും ഭക്തജനങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് തന്നെ അതിൻ്റെ വികസന പ്രവർത്തനങ്ങളും അതുപോലെ ഭാഗവത സപ്താഹം ഉൾപ്പെടെ കാര്യങ്ങൾ നടന്നു വരുന്നു. അരിങ്ങട ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക ഉത്സവമാണ്. ഇവിടുത്തെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് ദേവിയുടെ തിരുസന്നിധിയിൽ കുടികൊള്ളുന്ന ഉപദേവാലയമായിട്ടുള്ള ശിവന്റെ മുന്നിൽ നിൽക്കുന്ന മരത്തിൽ മണി കെട്ടി പൂജ നടത്തുന്ന നൂറുകണക്കിന് ഭക്തജനങ്ങളുണ്ട്. അവരുടെ മണി കെട്ടി ഭക്തിയോടുകൂടി ആ പൂജ നടത്തി കഴിയുമ്പോൾ അവരുടെ അനുഭവം സാക്ഷ്യപ്പെടുത്തുന്നത് അവരുടെ എല്ലാ വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കും അവർക്ക് പരിഹാരമുണ്ടാകുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ദേവിയുടെ അനുഗ്രഹം അവർക്കുണ്ടാകുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും അരിങ്ങട ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ ഈ ശിലയുടെ മുകളിൽ സ്വയംഭൂവായിട്ടുള്ള ആ ദേവിയുടെ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ തിരുസന്നിധിയിൽ ഭാഗവത സപ്താഹം വളരെ വിജയകരമായി ഈ വർഷവും നന്നായി നടത്തി വിജയിപ്പിക്കാൻ സാധിക്കും. ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഈ സപ്താഹ യജ്ഞം ഇനിയുള്ള 6 ദിവസം സപ്താഹ യജ്ഞശാലയിൽ നിങ്ങൾക്ക് വിശേഷാൽ പൂജകൾ നടത്താവുന്നതാണ്. എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം.